സംസ്ഥാനത്ത് സ്വകാര്യ സർവകലാശാലകൾക്ക് നിയമപരിരക്ഷ നൽകുന്ന സ്വകാര്യ സർവകലാശാല ബിൽ നിയമസഭ പാസാക്കി. LDF സർക്കാരിൻ്റെ നയംമാറ്റത്തെ സ്വാഗതം ചെയ്ത പ്രതിപക്ഷാംഗങ്ങൾ ബില്ലിലെ വ്യവസ്ഥകളിൽ വിയോജിപ്പ് രേഖപ്പെടുത്തി. ബില്ലിനെ തത്വത്തിൽ എതിർക്കുന്നില്ലെന്നും പ്രതിപക്ഷ നേതാവ് സഭയിൽ അറിയിച്ചു. സ്വകാര്യ സർവകലാശാലകൾക്ക് അനുമതി നൽകുന്നതിന് മുമ്പ് ബില്ല് സെലക്ട് കമ്മിറ്റിക്ക് അയച്ചിരുന്നു. സബ്ജക്ട് കമ്മിറ്റിയിലും പ്രതിപക്ഷാഭിപ്രായം സർക്കാർ തള്ളി. ഇതിനു പിന്നാലെയാണ് പ്രതിപക്ഷത്തിന്റെ വിയോജനക്കുറിപ്പ് പരിഗണിക്കാതെ ബില്ല് സഭയിലെത്തിയത്. പൊതു സർവകലാശാല പുതിയ കാലത്തിന്റെ വെല്ലുവിളികളെ നേരിടാൻ പ്രാപ്തരാക്കിയെന്നും ഇതിനുശേഷമാണ് സ്വകാര്യ സർവകലാശാലകൾ കൊണ്ടുവരുന്നതെന്നും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി R. ബിന്ദു സഭയിൽ പറഞ്ഞു. അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ തന്നെ ആരോഗ്യകരമായ മത്സരത്തിന് നമ്മുടെ പൊതു സംവിധാനങ്ങളെ കെൽപ്പുള്ളവയാക്കി നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് സ്വകാര്യ മേഖലയ്ക്ക് അവസരം നൽകിക്കൊണ്ട് അവരുടെ സാധ്യതകൾ കൂടി ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പ്രയോജനപ്പെടുത്തുന്നത്. ആഗോളതലത്തിലുള്ള മത്സരാധിഷ്ഠിത സമൂഹത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്ന വിധത്തിൽ കേരളീയ സമൂഹത്തെ രൂപപ്പെടുത്തിയെടുക്കുക എന്നുള്ളത് തന്നെയാണ്. ഒരു വൈജ്ഞാനിക സമൂഹം എന്ന ദിശയിലേക്ക് അതിവേഗം നീങ്ങുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം. അതിനാവശ്യമായ നിലയിലാണ് ഈ സ്വകാര്യ സർവകലാശാല ബില്ല് അവതരിപ്പിച്ചിട്ടുള്ളത്. ബില്ലിനെ തത്വത്തിൽ എതിർക്കുന്നില്ല എന്ന VD സതീശൻ. അതോടുകൂടി കേരളത്തിലെ പബ്ലിക് യൂണിവേഴ്സിറ്റികളിലെയും ആ യൂണിവേഴ്സിറ്റികളിൽ അഫിലിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന കോളേജുകളും നിലനിൽപ്പ് തന്നെ അപകടത്തിലാകുമോ എന്ന് പരിശോധിക്കണം. അല്ല, ഞാനിത് വളരെ പോസിറ്റീവായിട്ടാണ് പറയുന്നത്. നിങ്ങൾ അന്വേഷിക്കുകയും. എന്നാൽ ബില്ലിനെ പൂർണ്ണമായി എതിർക്കുന്നുവെന്നും വിദ്യാഭ്യാസത്തെ കച്ചവടമാക്കാൻ അനുവദിക്കില്ല എന്നും KK രമ സഭയിൽ വ്യത്യസ്ത ശബ്ദമുയർത്തി. ബില്ലിനെ പൂർണ്ണമായും എതിർക്കുകയാണ്. സർ, ഇത് നഗ്നമായ വിദ്യാഭ്യാസ കച്ചവടമാണ്. പണമുള്ളവൻ മാത്രം പഠിച്ചാൽ മതി എന്ന തത്വത്തിലേക്കാണ് സർ ഇത് വരുന്നത്. ഭേദഗതിയിൽ സ്വകാര്യ സർവകലാശാല ബില്ല് സഭ പാസാക്കി. ജനം, തിരുവനന്തപുരം.